അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്സലാത്തു ലി അവ്വലി വക്തിഹ, നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം നിസ്കാരാദി കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക. ഒരു നിസ്കാരത്തെയും നാം ഒഴിവാക്കാതെ, ഒരു നിസ്കാരത്തെയും ഖളാ ആക്കാതെ 5 നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും നാം ശ്രമിക്കുക. വിശുദ്ധ ഇസ്ലാമിൽ ഒരു കാരണവശാലും നിസ്കാരത്തെ ഒഴിവാക്കാൻ പാടില്ല. എന്ത് രോഗമുണ്ടായാലും അവൻ നിസ്കരിക്കേണ്ടതാണ്. ഒരാൾക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കുവാൻ കഴിയാത്തവൻ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുവാൻ കഴിയാത്തവൻ കിടന്നുകൊണ്ടും അവന് നിസ്കരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ കണ്ണുകൾ കൊണ്ട് എങ്കിലും നിസ്കരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിഗമനം. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിൽ നിസ്കരിക്കാത്തവന് യാതൊരു സ്ഥാനവുമില്ല. പട്ടിയേക്കാളും പന്നിയേക്കാളും അതിനികൃഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത്. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ, പടച്ചവൻ്റെ മുന്നിൽ നായ അള്ളാഹുവിൻ്റെ മുന്നിൽ പരാതിപ്പെടുന്നതാണ്, എന്നെ വളരെയധികം നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിയാക്കിയല്ലോ എന്ന്. അപ്പോൾ നായ പറയുന്നത്, എന്നാലും പന്നിയേക്കാളും എന്നെ നികൃഷ്ടമാക്കിയുള്ള ജീവിയാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ പന്നിയും അള്ളാഹുവിനോട് പരാതിപ്പെടുന്നതാണ്, എന്നെ നിസ്കരിക്കാത്തവനാണ് ഏറ്റവും വലിയ നികൃഷ്ടജീവിയെന്ന്, അവനെപ്പോലെ ആക്കിയില്ലല്ലോ എന്ന് പന്നിയും സമാധാനിക്കുന്നതാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കാത്തവന് യാതൊരു സ്ഥാനവുമില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം വല്ല കാരണവശാലും ആരെങ്കിലും നിസ്കാരത്തെ ഒഴിവാക്കിയവർ പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങുകയും ആ നിസ്കാരത്തെ ഖളാ വീട്ടുകയും ചെയ്യുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം അടുക്കുക. അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വെള്ളവും അള്ളാഹുവിൻ്റെ വായും ശ്വസിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റായൊരു പ്രവണതയാണ്. ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതിനാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാതെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കാതെ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ട് നാം ധാരാളമായി സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാനും അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുവാനും നാം ശ്രദ്ധിക്കുക. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സൂക്ഷ്മതയുള്ളവനായിരിക്കും, തഖ്വയുള്ളവരായിരിക്കും. അല്ലാതെ നമ്മളുടെ പുറം മൂടി കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ നമ്മളുടെ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല, നമ്മളുടെ രൂപം കൊണ്ടോ ആകാര ഭംഗി കൊണ്ടോ ഒന്നുമല്ല. തഖ്വയാണ് അള്ളാഹുവിൻ്റെ മാനദണ്ഡം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ളവൻ, ഏറ്റവും അധികം
അത്ത് കാക്കും ഏറ്റവും അധികം തക്കുവയുള്ളവർ ആയിരിക്കും. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കുവയുള്ള ഒരു അടിമയായിട്ട് നാം മാറുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.